അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളിസിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കോളിസ് നിങ്ങൾക്ക് പരിചയമാണ്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കോളിസിൽ സ്റ്റിയറിംഗ് വീല്, ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് വീല് വെച്ച് കൊടുത്ത വണ്ടിയാണിത്. ഏകദേശം 1.5 വർഷം മേലാവും, 1.5-2 വർഷത്തോളം ആവും. 2 വർഷം നമ്മുടെ അടുത്ത് തന്നെയാണ് സർവീസ്. നേരത്തെ കമ്പനി സർവീസായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 3-4 സർവീസാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇനിയിപ്പോൾ വെച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല, എങ്കിലും നമ്മളാണ് ഈ കോളിസിൽ ആദ്യമായിട്ട് സ്റ്റിയറിംഗ് വീല് വെച്ചത്. ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് വീല് വെച്ച് അതിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്ത് സ്പൈറൽ കേബിളൊക്കെ വെച്ച വണ്ടിയാണിത്. ഇത് പെരുന്തുറൈ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന കസ്റ്റമറാണ്. കസ്റ്റമറുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇത് വെച്ചത് തന്നെ. ആ വെച്ചതിന് ശേഷമാണ് പിന്നെ കംപ്ലീറ്റ് കോളിസിൽ നമ്മൾ ഈ ഇന്നോവ, ക്രിസ്റ്റ, മറ്റുള്ള എല്ലാ വണ്ടിയുടെയും സ്റ്റിയറിംഗ് വീല് വെക്കാൻ തുടങ്ങിയത്. കൺട്രോളോട് കൂടിയിട്ട് സ്റ്റിയറിംഗ് വീല് എല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 2 വർഷമായിട്ട് നമ്മുടെ ഗാരേജിൽ തന്നെ പണിയുന്ന വണ്ടിയാണ്. ഇപ്പോഴും ആ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഞാൻ പണിയുന്നത്. എല്ലാം ഓയിൽ പാർട്സ് എന്തിടുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, എങ്ങനെ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ പാർട്സ് ഇട്ട് മാത്രമേ കസ്റ്റമർ പണിയുള്ള. അത് നമ്മൾ ഒറിജിനൽ പാർട്സ് ഇട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ വർക്ക് കുറച്ചുണ്ടായിരുന്നു. ഏകദേശം ഒരു 10,000 രൂപ മെക്കാനിക്കൽ വർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഓൾട്രേഷൻ വർക്കും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് ഒരിക്കലും മാറ്റരുതെന്നാണ് കസ്റ്റമറുടെ റിക്വസ്റ്റ്. അതേ പ്രകാരം നമ്മൾ ഈ ബമ്പർ അതേ ബ്ലാക്ക് കണ്ടീഷനിൽ തന്നെ വെച്ചിട്ട് സ്കേർട്ടും ലിപ്പും നമ്മളുടെ ആ ഒരു സിൽവർ ടോണിൽ, അത് കസ്റ്റമർ ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പക്ഷേ അതങ്ങനെ ചെയ്തപ്പോൾ തന്നെ വണ്ടി വേറൊരു ലുക്ക് തന്നെ ഒരു പ്രത്യേക ലുക്കായി മാറി. ഇപ്പോൾ അതിനകത്ത് ഈ എന്താ വെച്ചാൽ ഈ കളറും അത് റയർ കളറാണ് വണ്ടിയുടെ. അത് കഴിഞ്ഞ് ബ്ലാക്ക് കഴിഞ്ഞ് സിൽവർ, അങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡും അങ്ങനെ വരുമ്പോൾ കാണാൻ തന്നെ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. നമുക്ക് വണ്ടി വണ്ടി ഓടി പോകുമ്പോൾ തന്നെ ഒരു കാണാൻ നല്ലൊരു രസമാണ്. പിന്നെ നമ്മളിതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റിൻ്റെ ക്രോം ഒറിജിനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ തന്നെ അതിനകത്ത് നേരത്തെ ഒറിജിനൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ട് കസ്റ്റമർ മാറ്റാൻ പറഞ്ഞു. നമ്മളത് ഒറിജിനൽ ക്രോം തന്നെ, ബോണ്ട് ക്രോം ഒറിജിനൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൊയോട്ടയുടെ ലോഗോ സെറ്റ് ചെയ്യാൻ പറഞ്ഞാണ്. പക്ഷേങ്കിൽ നമുക്ക് ടൊയോട്ടയുടെ ലോഗോ ഇപ്പോൾ അവൈലബിൾ അല്ല. കുറച്ച് ഷോർട്ടായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ടൊയോട്ടയുടെ ലോഗോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത സർവീസിന് വരുമ്പോൾ നമുക്ക് ടൊയോട്ടയുടെ ലോഗോ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ സ്കേർട്ടിൽ അതിൽ ഇൻഡിക്കേറ്ററും പാർക്കും DRലും വരുന്ന പോലുള്ള ലൈറ്റ് അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. DRലും ഇൻഡിക്കേറ്ററും വരുന്ന പോലുള്ള ലൈറ്റ് അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റും അതിൻ്റെ IND പ്ലേറ്റ്, നേരത്തെ ഒരു വേറെ രീതിയിലുള്ള പ്ലേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്പർ പ്ലേറ്റ്. അത് IND ആക്കി നമ്മൾ അതിന് ഫ്രെയിം ഇട്ടിട്ട് നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് കസ്റ്റമർ തന്നെ ചെയ്തതാണിത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. സ്കേർട്ടും ലിപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽ ഇതിൽ ബ്ലാക്ക് വിത്ത് സിൽവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ സിൽവർ ടൂണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കസ്റ്റമർ സിൽവർ ആക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ സിൽവർ ടൂണിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒറിജിനാലിറ്റി തന്നെയാണ്, അതിലൊന്നും നമ്മൾ തൊട്ടിട്ടില്ല. അതേപോലെ തന്നെ പക്ഷേ നമ്മൾ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് അതിൽ ക്ലിയർ അടിച്ചിട്ടുണ്ട്, മാറ്റ് ക്ലിയറും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്കിഷ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും. നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിമ്മായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ബ്ലാക്ക് കളർ. അത് മൊത്തം നമ്മൾ പെയിൻറ്റ് അടിച്ചപ്പോൾ കംപ്ലീറ്റും പക്ക ഒരു ബ്ലാക്കിഷ് മാറ്റ് ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഇതിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് നേരത്തെ അലുമിനിയം കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഈ സ്കേർട്ടിലൊക്കെ കൊടുക്കുന്ന അതേ കളർ തന്നെ നമ്മൾ ഇതിനകത്ത് തീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിൽ റിക്വസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡർ കംപ്ലീറ്റ് നമ്മൾ RSലേക്ക് വരുന്നത് പോലെ ബോർഡർ സിൽവർ അല്ലാതെ ഈ സ്റ്റിക്കറിൽ വരുന്ന കളറായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. കസ്റ്റമറുടെ അടുത്തും പറഞ്ഞു. പക്ഷേ കസ്റ്റമർക്ക് ഇതിൽ ഒറിജിനാലിറ്റി ഈ ബോഡിയിൽ ഒന്നും തന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ സിൽവർ മാറ്റി ഈ ബ്ലാക്കിൽ തന്നെ, അതും കസ്റ്റമർ തന്നെയാണ് പറഞ്ഞു, ഈ ബ്ലാക്ക് സ്കേർട്ടും ലിപ്പും ആ ഒരു സിൽവറിലേക്ക് ആക്കിയത്. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബമ്പറും സ്കേർട്ടും ഈ ലെവലിൽ നമ്മളെപ്പോഴും ഈ RSൽ ചെയ്യുന്നത് പോലെ അതിൽ ഈ ഒരു ഗോൾഡ്, സിൽവർ അല്ല, ഈ ഒരു ഗോൾഡ് അടിക്കാമെന്നായിരുന്നു പ്ലാന്. പക്ഷേങ്കിൽ കസ്റ്റമർ അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഡ് ഫ്ലാപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പിൻ്റെ സ്റ്റീൽ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഹാൻഡിൽ കംപ്ലീറ്റും ബ്ലാക്കിൽ ക്രോം ഒട്ടിയ ഹാൻഡിലുകളായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ള് മാറ്റിയിട്ട് ക്രോം ഹാൻഡിൽ തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഔട്ടർ ലുക്കിൽ മെയിനായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. കൂടുതലൊന്നും ചെയ്തില്ല. ഇനി ബാക്ക് സൈഡിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അലോയ് വീൽ സിൽവർ വന്നപ്പോൾ നമ്മൾ ഉള്ളിൽ ഡ്രം വന്നിട്ട് ബ്ലാക്ക് തന്നെ കൊടുത്തു. വേറെ കളർ ടൂൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒന്നും അധികം ഇങ്ങനെ ചെയ്യുന്നൊന്നും ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലാക്ക് തന്നെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബീറ്റിൻ്റെ വൈപ്പർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ടും ലിപ്പും ഡബിൾ മഫ്ലർ വരുന്നത് പോലെ, ഡബിൾ മഫ്ലർ ആണ് സിംഗിൾ ടിന് 2 ഹോള് വരുന്നത് പോലെ നമ്മൾ എല്ലാ വണ്ടികളും ചെയ്തതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിലും ആ ഒരു ലൈറ്റ് നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ലുക്ക് ഉണ്ട്. ഒരു 3 ഷെയ്ഡ് കളർ വരുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്.
അതുപോലെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ് നേരത്തെ ഉണ്ടായിരുന്നില്ല, നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഡമ്മി ആയിരുന്നു. അപ്പോൾ നമ്പർ പ്ലേറ്റ് മാറ്റിയപ്പോൾ ആ ക്യാമറയും അതിനകത്ത് മറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു കൊടുത്ത സെൻറ്റർ കൺസോളാണ്. അതും പുതിയതിട്ടിട്ടാണ് ചെയ്തിട്ടാണ്, യൂസറല്ല, പുതിയ സെൻറ്റർ കൺസോളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത്. സാർക്ക് അപ്പോൾ നമ്മൾ ചെയ്തതിൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ മറ്റേ ഗിയർ ലിവർ ബെൻഡ് ചെയ്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, കുറച്ച് അങ്ങോട്ടായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് സെൻറ്ററാക്കാൻ പറഞ്ഞു, അത് സെൻറ്ററാക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത വർക്കുകൾ കേട്ടോ. ആ ഒരു ക്വാളിറ്റി തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റിയറിംഗ് വീല് ടൊയോട്ട കോളിസിൽ. അത് എപ്പോഴും നമ്മൾ കാണുമ്പോൾ ഞാൻ കുറച്ച് ദൂരം എടുത്ത് വണ്ടി ഓടിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഇന്നോവയുടെ മറ്റേ ഗിയർ ബോക്സ് ഇന്നോവയുടെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓടിക്കാനും നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല ഫ്രീ ആയിട്ട് ഇതാകുന്നുണ്ട്. അപ്പോൾ വേറെ ഇൻറ്റീരിയറിൽ നിന്നും മാറ്റം വരുത്തിയിട്ടില്ല, നേരത്തെ ഉള്ള അതേ തന്നെയാണ്. കോയ സീറ്റാണ് ഇതിനകത്ത്, കോയമ്പത്തൂർ കോയ സീറ്റാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതിലിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്, നല്ല സ്മൂത്തായിരിക്കും ആ ഒരു കോയാസിൻ്റെ സീറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെതറല്ല, ഒരു മെറ്റീരിയലാണ്. അത് ഇരിക്കാൻ തന്നെ നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും യാത്ര ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഇതിന് കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ ഹൈറ്റ്, ഈ സീറ്റ് മാത്രം ഹൈറ്റ് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഒരു അരഞ്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ളൂ, എന്ന് വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ഉണ്ട്, അതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അരഞ്ച് നമ്മൾ ഇതിനകത്ത് കുറച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രൽ എ സിയിൽ ഒരു ചെറിയൊരു നോയ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു നോയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. സെൻട്രൽ എ സിയുടെ കാര്യം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റെയറിങ്ങിൽ നമ്മൾ ഇത് പിടിപ്പിക്കുമ്പോൾ, ഈ സ്പൈറൽ കേബിളും അതെല്ലാം പിടിപ്പിക്കുമ്പോൾ അതിൽ നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോ കട്ട് ഓഫ് ആകുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് ഹബ്ബ് പിടിപ്പിക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ കസ്റ്റമർ അത് മസ്റ്റായിട്ട് ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളതും ഇതിനകത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ കട്ട് ഓഫും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ എല്ലാ സ്റ്റെയറിങ്ങിലും ചെയ്യുന്നതിൽ ഇപ്പോൾ നമ്മുടെ പാത്തൂർ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തനിയെ ഓഫാക്കണം. പക്ഷേ ഇതിൽ അത് മാറ്റിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ, ഇൻഡിക്കേറ്റർ ഓണാണ്, നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും അല്ലേ. അങ്ങനെ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പണിയുണ്ട് അത് ചെയ്യാനായിട്ട്, കുറച്ചല്ല ഇത്തിരി അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്യണം. അതിൻ്റെ ഒരു വൈറ്റ് കളർ ഒരു ഹബ്ബ് വരുന്നുണ്ട് താഴെ, ഇത് കട്ട് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ കുറച്ച് പണികൾ ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഈ വണ്ടിയിൽ ക്ലിയർ ആക്കിയിട്ട് ഇനിയുള്ള വണ്ടികളിൽ കംപ്ലീറ്റ് നമ്മൾ ഈ ഇൻഡിക്കേറ്റർ കട്ട് ഓഫും കൂടെ ചെയ്തിട്ടായിരിക്കും ചെയ്ത് ക്ലിയർ ആക്കുന്നത്. കോളിസിൽ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ബോഡി ക്വാളിറ്റിയാണ്, ബോഡി എഞ്ചിനും. ബാക്കി സസ്പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയും പണിയെടുക്കാം. പക്ഷേങ്കിൽ ബോഡി ക്വാളിറ്റി പക്കയാണെന്നുണ്ടെങ്കിൽ വണ്ടി വേറെ ലെവലാണ്. ഇതൊക്കെ ഏകദേശം ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. പക്ഷേ ഡോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്കൊരു സിംഗിൾ വിരലിൽ തന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇതിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ റെഡിയാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് സെറ്റാക്കണം. അതിൻ്റെ സൗണ്ട് തന്നെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഫീലാണ്. ചില വണ്ടികളൊക്കെ വീടി മാറ്റി കുറച്ച് ടൈറ്റ് ഉണ്ട്, പക്ഷേ ഇത് അത്രയും സ്മൂത്താണ് ഇതിനകത്ത്. ഇതിന് എഞ്ചിൻ റൂമാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയോ, പക്ക ഫിനിഷ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല, വാട്ടർ വാഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റമർ ഇങ്ങനെയാണ് നീറ്റായിട്ട് യൂസ് ചെയ്യുന്നത്, അതേ ലെവലിൽ വൃത്തിയായിട്ട്. ആ ഒരു അലുമിനിയം പാർട്ട് അടക്കം ആ തെളിഞ്ഞാണ് നിൽക്കുന്നത്, അതിലൊരു മണ്ണോ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തെളിഞ്ഞ് നിൽക്കുന്നൊരു ഇതിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അത്രയും നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ കസ്റ്റമർ തന്നെ ഇന്നോവയുടെ ഡീസൽ ഫിൽറ്ററാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ മെയിൻ ഡീസൽ ഫിൽറ്റർ വരുന്ന ഭാഗത്ത് ഇന്നോവയുടെ ഡീസൽ ഫിൽറ്റർ ക്ലാമ്പ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.